പ്രിയ സ്നേഹിതരെ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമുക്കുണ്ടായിരിക്കുന്നതും അത് നിലനിർത്താൻ കഴിയുന്നതും ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലൂടെ കടന്നു പോയപ്പോൾ നല്ല സുഹൃത്തുക്കളെ ലഭിച്ചിട്ടുണ്ട്. അവരിൽ ചിലരൊക്കെ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ ദൂരദേശത്തേക്ക് പോകുകയോ നമ്മളുമായി അടുത്ത ബന്ധം പുലർത്തുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ അവരുടെ ആ അകൽച്ച നമുക്ക് ദുഃഖമുളവാക്കാറുണ്ട്. കാരണം എന്താ? നല്ല സുഹൃത്തുക്കൾ ഒരു നന്മയുടെ അടയാളമാണ്. അവർ അകന്നു പോകുമ്പോൾ ആ നന്മ കുറഞ്ഞു പോകുന്നല്ലോ എന്നോർക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ അകന്നുപോയ സുഹൃത്തുക്കൾ പിന്നെയും നമ്മളുമായി ബന്ധം സ്ഥാപിച്ചാൽ നമുക്കുണ്ടായ വേദന, നമുക്കുണ്ടായ വിഷമം കുറഞ്ഞു വരിക തന്നെ ചെയ്യും. നമ്മളെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയപ്പോൾ ഈ ഭൂമിയിൽ നന്മയും തിന്മയും ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യർക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് ഇല്ലായിരുന്നു. പിന്നീട് അവർക്ക് ആ കഴിവ് ലഭിച്ചു എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ നന്മയും തിന്മയും ഉള്ള ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കിയപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും നന്മയുടെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയും എന്നുള്ളത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ദൈവത്തിങ്കലേക്ക് പോകുന്നതിന് പകരം തിരിഞ്ഞു നടന്നാൽ, ദൈവത്തെ വേണ്ടാതെ ദൈവത്തിൻ്റെ പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ കുറച്ചു കളഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുഹൃത്ത് ബന്ധങ്ങൾ അകന്നു പോകുന്നത് പോലെ, നന്മ കുറഞ്ഞു പോകുന്നത് പോലെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോഴൊക്കെ വേദനയുടെയും രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അവസ്ഥ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു സ്വഭാവ രീതി എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു? നന്മ ആഗ്രഹിക്കുന്ന ഞാൻ തിന്മയുടെ അല്ലെങ്കിൽ വേദനയുടെ വിഷമത്തിൻ്റെ അവസ്ഥകൾ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുക സർവ്വസാധാരണമാണ്. അതിലൊന്നും അതിശയമില്ല. കാരണം നമ്മൾ ആരും തിന്മ ആഗ്രഹിക്കുന്നവരല്ല. നമ്മുടെ പരിശ്രമം, നമ്മുടെ അധ്വാനം, നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള രീതികൾ ഒക്കെ നന്മ ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ നന്മ അനുഭവിക്കണം. നന്മയും തിന്മയെയും കുറിച്ച് വേദപുസ്തകം ചിത്രീകരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് നന്മ വെളിച്ചമായും തിന്മ ഇരുളായും. അങ്ങനെയെങ്കിൽ നന്മയും തിന്മയും നിറഞ്ഞ ഈ ലോക ജീവിത യാത്രയിൽ നമ്മൾ നേരിടുന്ന വിവിധ സാഹചര്യങ്ങളെ അനുകൂലമാക്കി വയ്ക്കുവാനും പ്രതികൂലമായതിനെ കുറച്ചു കൊണ്ടുവരുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ, ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും നന്മ നൽകുവാനും ആ വ്യക്തിയിൽ നിന്ന് തിന്മ നീക്കിക്കളയുവാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആകയാൽ നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നന്മ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിന് ചുറ്റുപാടും കടന്നു വരുന്ന തിന്മയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പറയാം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അതാണ്. നന്മ നൽകുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മളിലുള്ള തിന്മ മാറുവാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിങ്കലേക്ക് നോക്കണം, ദൈവത്തിങ്കലേക്ക് ആശ്രയിക്കണം, ദൈവത്തോട് പറയണം, ദൈവമേ, അങ്ങാണ് എൻ്റെ നന്മയുടെ ഉറവിടം. അങ്ങേ കൂടാതെ എൻ്റെ ജീവിതത്തിൽ നന്മയില്ല എന്ന് മനസ്സിലാക്കി ഗ്രഹിച്ച് ദൈവത്തിങ്കിലേക്ക് വരുന്ന വ്യക്തിക്ക് ദൈവം തിന്മകളെ കുറച്ചു കൊടുക്കുന്നു, മാറ്റി കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയാ പറയുന്നത്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. അപ്പോൾ
ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് തിന്മ അല്ലെങ്കിൽ ഇരുള് ലോകത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും പറയാൻ കഴിയണം, വെളിച്ചം എൻ്റെ ജീവിതത്തിലേക്ക്, നന്മ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അത് എന്നിൽ നിലനിർത്താൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുമ്പോൾ, ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ തിന്മ എന്നെ പിടിച്ചടക്കുകയില്ല, എൻ്റെ നന്മയെ നഷ്ടപ്പെടുത്തി കളയുകയില്ല. കാരണം എന്താ? ഞാൻ വെളിച്ചമാകുന്ന, നന്മയാകുന്ന ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് സന്തോഷവും സമാധാനവും നീതിയും ഒക്കെ ഞാൻ ഈ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം അത് തരുവാൻ വിശ്വസ്തനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തോട് പറയാം, ദൈവത്തോട് ചേർന്നിരിക്കാം, ദൈവത്തെ അനുസരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.